ഇതാണ് ഞങ്ങളുടെ ചിപ്പി. ഞങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഈ ഒരു ഏരിയയിൽ പൂച്ചകളുടെ ശല്യം കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇവള് വന്നതിന് പിന്നെയാണ് ഇവിടെ പൂച്ചകൾ പലയിടത്തുനിന്നും പല പൂച്ചകൾ എത്തിപ്പെടുന്നത് ഇവളെ വന്നതിന് ശേഷമാണ് കേട്ടോ. അതുപോലെ കുറേ മക്കൾ എത്രയോ പ്രാവശ്യം ഇവള് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ കുട്ടികളെ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ആദ്യം ഒരു കുട്ടി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അത് അത്യാവശ്യം വലുപ്പമൊക്കെ വെച്ച് എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമൊക്കെ അത് ജീവിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അതിനെന്തോ വയ്യാണ്ടായിട്ട് അത് ചത്തുപോയി കേട്ടോ ഇപ്പോൾ അടുത്ത്. പിന്നെ ഇപ്പം കഴിഞ്ഞ ഡെലിവറിത്തെ ഒരു കുട്ടിയാണ് വേറെ ഉള്ളത്. പിന്നെ ഇപ്പം ലാസ്റ്റായിട്ട് ഇപ്പോൾ ഒരു ഡെലിവറി കഴിഞ്ഞ് ഒരു 2 മാസം ആവുന്നുള്ളൂ. അതിൽ 2 മക്കളുണ്ട്. പക്ഷേ എത്രത്തോളം അവർക്ക് ആയുസ്സുണ്ട് എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ കഴിയുന്ന പോലെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് റൂമിലാക്കിയിട്ടൊക്കെ അവരെ നോക്കി. എത്ര തന്നെ നമ്മൾ നോക്കിയാലും അവർക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ ആകുമ്പോൾ നമ്മൾ പുറത്തിറക്കണമല്ലോ. അങ്ങനെ പുറത്തിറക്കി കൊടുക്കുമ്പോൾ നായ കടിച്ചുകൊണ്ട് പോകും. അങ്ങനെയാണ് കേട്ടോ പൊതുവേ നടക്കാറുള്ളത്. അപ്പോൾ അത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇനി അടുത്ത ഡെലിവറിയിൽ ഇവളെ മൈൻഡ് ചെയ്യരുത്, മക്കളെ നോക്കാൻ നിൽക്കരുത് വിചാരിക്കും. എങ്കിലും എത്ര തന്നെ ഇവളെ പറഞ്ഞയച്ചാലും ആ മക്കളെയും കൊണ്ട് നമ്മുടെ അടുത്തേക്ക് തന്നെ വരുന്നത് കാണുമ്പോൾ നോക്കാണ്ടിരിക്കാൻ പറ്റത്തുമില്ല. ഇതാണ് കേട്ടോ അവൾക്ക് നൈറ്റ് റൂമിലേക്ക് ബാത്റൂമിലേക്ക് കയറാനും ഇറങ്ങാനുള്ള ഡോറ്. എന്താ വെച്ചാൽ ഡോറ് തുറന്നിടാൻ പറ്റില്ല, നായ്ക്കൾ വന്ന് മക്കളെന്തെങ്കിലും ചെയ്താലോ വെച്ചിട്ട് ഡോറ് നമ്മൾ അടിച്ചിടും. മക്കളെ റൂമിലാക്കിയതിന് ശേഷം അവൾ ഞങ്ങളെ നോക്കി കുറച്ച് നേരം പുറത്തിരുന്നു. അതുപോലെ രാവിലെ ആയപ്പോൾ ഇതാ എന്നെ വന്നിങ്ങനെ വിളിക്കും, അടുക്കളേൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും, വാതിൽ തുറന്ന് മക്കളെ പുറത്തിറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനും അവളും കൂടെ പോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് വാതിൽ തുറന്നു കൊടുത്തു. അപ്പോഴത്തേക്കും മക്കൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഇപ്പോൾ അവർ സ്റ്റെപ്പൊക്കെ ഇറങ്ങാനും കയറാനൊക്കെ ആയിട്ടോ, കുറച്ച് നന്നായി ഉഷാറായിട്ട് നടക്കുന്നുണ്ട്. ഫുഡ് അധികം കഴിച്ച് തുടങ്ങിയിട്ടില്ല, ഇപ്പോഴും ഫീഡിങ് ഉണ്ട്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളും പാലൊക്കെ കൊടുക്കും. ചെറിയ മക്കളെ കാണുമ്പം എന്താ നോക്കാണ്ടിരിക്കാനായിട്ട് തോന്നത്തുമില്ല കേട്ടോ. പുറത്തെ ബാത്റൂം അവർക്കായിട്ട് ഞങ്ങൾ അതിനായിട്ട് എത്തിച്ച് എന്താ വെച്ചേക്കാണ്, നമ്മൾ ഉപയോഗിക്കാതെ. ചിപ്പിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ആള് പാവാണ്, പച്ച പാവാണ്. നമ്മൾ തല്ലിയാലും കൂടി അവിടെ കിടന്ന് തല്ല് കൊള്ളുക എന്നല്ലാണ്ട് നമ്മളൊന്നും ചെയ്യില്ല. അതുപോലെ എവിടെ നിന്നെങ്കിലും ചവിട്ടിപ്പോയാലൊന്നും ഒരു റെസ്പോണ്ടും അവൾ ചെയ്യില്ല. ഒന്ന് നഖം എന്താ പൊന്തിക്ക പോലും അവൾ ചെയ്യില്ല കേട്ടോ. അവളെക്കൊണ്ട് ഒറ്റ ബുദ്ധിമുട്ടുള്ളൂ, കാണാതെ അടുക്കളയിൽ കയറിയിട്ട് എന്തെങ്കിലും കട്ട് കഴിച്ചാലും അത് തന്നെയാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് കേട്ടോ. ബാക്കിയെല്ലാം കൊണ്ടും ആൾ ഓക്കെയാണ്, ഒരു പ്രശ്നവും ഇല്ല, ഒരു ബുദ്ധിമുട്ടില്ല. ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഇവിടെ എന്നെ മാത്രം അവൾ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ അത്ര ഇഷ്യൂ ഇല്ല. പക്ഷേ അടുത്തുള്ള വീടുകളിലൊക്കെ പോയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇവളുടെ ഈ ഒരു സ്വഭാവം കാരണം ആരോ ഒഴിവാക്കി കൊണ്ട് കളഞ്ഞതായിരിക്കാം ഞങ്ങളുടെ ഏരിയയിലേക്ക്. എന്താ വെച്ചാൽ അന്ന് തന്നെ നമ്മളുമായിട്ട് അത്രയും നല്ല ഇണക്കത്തിലായിരുന്നു കേട്ടോ ഇവള്. നമ്മൾ അതുവരെക്കും ഈ ഒരു ഏരിയയിൽ ഇവളെ കണ്ടിട്ടും ഇല്ല. ഫസ്റ്റ് കണ്ട അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് പോലും കേട്ടോ. പക്ഷെ ആ കണ്ട അന്ന് തന്നെ ഭയങ്കര ഇണക്കമായിരുന്നു അവൾ. എന്തായാലും നമ്മൾ ഹാപ്പിയാണ്.